കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപുമായിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ രണ്ടുപേരും 2 ദിശകളിലേക്ക് മാറി, രണ്ടുപേരും 2 ഐക്കോണിക് ഫിഗേഴ്സായി, ടു ബി ഫ്രാങ്ക്, 2 രീതിയിൽ. പിന്നെ നിങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ രണ്ടുപേരും പഴയ രീതി പ്രതീക്ഷിക്കുമോ? എങ്ങനെയുണ്ടായിരുന്നു ആ പുതിയൊരു? ദിലീപും ഞാനുമായിട്ടുള്ള ബോണ്ടേജിന്റെ ഏറ്റവും പ്രധാന കാരണം ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അത് രണ്ടുപേരും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് എല്ലാ സ്വപ്നങ്ങളും ഒരുമിച്ച് കണ്ട് ഒരേ ബെഡ്റൂം ഷെയർ ചെയ്ത് കഴിഞ്ഞിരുന്ന ആളുകളാണ്. ഒരേ ഗുരുവിൻ്റെ കീഴിൽ ജോലി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ ബന്ധമാണ് ഞങ്ങളെ തമ്മിൽ ബോണ്ട് ചെയ്യുന്ന കാര്യം. സിനിമാ സങ്കല്പങ്ങളുടെ കാര്യത്തിൽ ഞാനും ദിലീപും തമ്മിൽ യാതൊരു ബന്ധമില്ല, അജഗജാന്തരമുണ്ട്. ദിലീപിൻ്റെ സങ്കല്പത്തിലെ സിനിമ വേറെയും എൻ്റെ സങ്കല്പത്തിലെ സിനിമ വേറെയാണ്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് ജെല്ലായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ദിലീപും തമ്മിൽ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ സാധാരണമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ സിനിമയിൽ എൻ്റെ കഥാപാത്രങ്ങൾ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില രീതിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചില നിർബന്ധങ്ങളുണ്ട്, എൻ്റെ ചില വാശികളുണ്ട്. അതുപോലെ ദിലീപ് പ്രേക്ഷകരെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരെ എങ്ങനെ രസിപ്പിക്കാമെന്ന് ദിലീപിൻ്റെതായിട്ടുള്ള ചില ഐഡിയകളുണ്ട്. ഈ രണ്ടും തമ്മിൽ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ജെല്ലാവും, ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ എൻഡിൽ ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും ഇതിന് പരിഹാരമായിട്ട് ഉണ്ടാവുക. അപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്യുമ്പോൾ, പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ് ചെയ്യരുത് എന്നുള്ള വാശിക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തമാശ ഈ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്നതാണോ എന്നുള്ളതും കൂടിയുണ്ട്. അപ്പം അത് ഞാൻ സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ നോക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം അത് ചിലപ്പോൾ ദിലീപിനതും മനസ്സിലാവില്ല. അപ്പം അതിൻ്റെ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. അവൻ പറയുന്നു, ഞാൻ പെർഫോം ചെയ്ത് കാണിക്കാം, എന്നിട്ട് നീ തീരുമാനിച്ചോ. പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അറിയാണ്ട് ചിരിച്ചു, നീ ചിരിച്ചു കണ്ടില്ലേ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ തിയേറ്ററിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്ദരരാത്രികളുടെ കാര്യത്തിൽ മൂപ്പര് ആദ്യമേ തന്നെ ഹാൻഡ്സപ്പ് ആയിരുന്നു. കാരണം അവന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ വല്ലാണ്ട് ഇടപെടാൻ പറ്റില്ല. കാരണം ആർക്കും അറിയില്ല ഇത് എങ്ങനെയാണ്, ഈ ഷോട്ട് എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത് ഡയറക്ടർക്കും അവിടെ റൈറ്റർ ഉണ്ടെങ്കിൽ റൈറ്റർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം പലരുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരേ സീൻ. അപ്പോൾ ഈ ഒരു സീൻ എടുക്കുമ്പോൾ കൈവിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് അതുപോലെ 3 തവണ ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ പെട്ടുപോകും ഫ്രെയിം. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ദിലീപ് ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് നിന്റെ സിനിമയാണ്, നിന്റെയും റൈറ്ററുടെയും കയ്യിലാണ് ഈ സിനിമ. നിങ്ങൾ പറയുന്ന പോലെ മൂവ് ചെയ്യാനേ പറ്റുള്ളൂ. ആക്ടേഴ്സിന് സ്വാതന്ത്ര്യം ലിമിറ്റഡ് ആണ്, അതിനുള്ളിൽ നിന്നിട്ടുള്ള കളികളെ പറ്റുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ദിലീപ് ചെയ്തു. കഴിഞ്ഞ കുറെ സിനിമകളായിട്ട് ദിലീപ് വളരെ കോമഡി മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് വ്യത്യസ്തനായ ഒരു ദിലീപിനെ കാണുക. തീർച്ചയായിട്ടും ദിലീപിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദിലീപിൽ നിന്ന് ഒരു രസികത്വമുള്ള കഥാപാത്രത്തെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകൾ പല സിനിമകളിൽ പല രീതിയിലാണ്. ചില സിനിമകളിൽ അത് സ്ലാപ്സ്റ്റിക് നേച്ചറുള്ള ക്യാരക്ടേഴ്സ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ചിലതിൽ എൻ്റെ സിനിമകളിൽ ദിലീപ് ഒരിക്കലും ഒരു പരിധി വിട്ടിട്ടുള്ള സ്ലാപ്സ്റ്റിക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഈ മീശമാധവനിലാണെങ്കിലും ചാന്തുവെട്ടിലാണെങ്കിലും ഒക്കെ ക്യാരക്ടറുമായി ചേർന്ന് പോകുന്ന തമാശകൾ തന്നെ ഞാൻ ചെയ്യിച്ചിട്ടുള്ളൂ. ലാൽ ജോസ് സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതേപോലെ നല്ല മുഹൂർത്തങ്ങൾ, പിന്നെ ഓർത്ത് വെച്ച് പറയാൻ കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെയാണ് അതിൻ്റെ ലൊക്കേഷൻ. ഇത്തവണ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുക? അത് ലൊക്കേഷൻ ഇത്തവണ അതേപോലെ തന്നെ ഇത്തവണ എറണാകുളത്താണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. എറണാകുളത്ത് നടക്കുന്നൊരു കഥയാണ്. അപ്പം ഞാൻ പക്ക എറണാകുളം വേണ്ടാന്ന് തീരുമാനിക്കുകയും ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അങ്ങനെ ഉള്ള ഏരിയകളിൽ വെച്ചിട്ട്, എന്നാൽ ഇതൊരു ഇപ്പോൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ന്യൂ ജനറേഷൻ സിനിമയല്ല. ഇല്ല, ആ സ്ഥലങ്ങളുടെ സൗന്ദര്യം പരമാവധി ഉപയോഗിക്കുന്ന, പിന്നെ അധികം കുറച്ച് കൂടുതൽ ഇൻഡോർ സീക്വൻസുകളുള്ള സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയധികം ഇൻഡോർ സീക്വൻസുകളുള്ള ഒരു സിനിമ ചെയ്യുന്നത്.